ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിങ്ങനെ ബോറടിച്ചിരുന്ന സമയത്ത് എന്ത് ചെയ്യും എന്നിങ്ങനെ അറിഞ്ഞുകൂടാണ്ടിരുന്നപ്പോൾ ഐ തോട്ട് ഓഫ് ക്രിയേറ്റിംഗ് എ യൂട്യൂബ് ചാനൽ. ബിക്കോസ് എനിക്ക് എൻ്റെ ലൈഫ് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നാഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കണം. എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററാക്കി എടുക്കണം. അങ്ങനെയൊക്കെ ടോട്ടലി മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം. ഇതാണ് എൻ്റെ ബേസിക് ഒരു ഗോളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഞാൻ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പോവാണ്. അപ്പം ഐ തോട്ട് ഓഫ് ക്രിയേറ്റിംഗ് എ യൂട്യൂബ് ചാനൽ. ആൻഡ് എൻ്റെ ഈ ജേണി ഈ യൂട്യൂബ് ചാനലിനകത്ത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഒരു ജേണൽ പോലെ യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഡെയിലി ഡയറി എഴുതണമെന്ന് പറയത്തില്ലേ, ചില ആൾക്കാർ അവരുടെ ലൈഫിൽ നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറിയിൽ കുറിക്കത്തില്ലേ, അതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനൊരു ജേണൽ പോലെ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. സോ ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ചമ്മന്തി, മുട്ട പൊരിച്ചത്, ഇത് മൂന്നുമായിരുന്നു. അപ്പോൾ ഇത് മൂന്നും ഞാൻ അടിച്ച് കെട്ടിയിട്ട് നേരെ പഠിക്കാൻ പോയി. 3 മണിക്കൂർ ഞാൻ ഇന്ന് പഠിച്ചു. പക്ഷേ 3 മണിക്കൂർ ഈസ് നോട്ട് ഇനഫ് എന്ന് വെച്ചെങ്കിൽ എനിക്കൊരു 5 മണിക്കൂർ പഠിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ 3 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതെനിക്കൊരു 2 മണിക്കൂർ കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ട്. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നീക്കക്കുട്ടന് ഫുഡ് കൊടുക്കാൻ പോയി. അപ്പം നീക്കക്കുട്ടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ്. അവന് ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചാവും. മറ്റേ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ് സർ എന്ന് പറയുന്നത് പോലെയാണ് അവൻ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ മരിക്കാനും റെഡിയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാനും അവനും കൂടെ ഫെച്ച് കളിച്ചു. അവന് ഫെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റീസെൻ്റ്ലിയാണ് ഞങ്ങൾ അവനെ ഫെച്ച് കളിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഞാനും അവനും കൂടെ കുറേ നേരം ഫെച്ച് കളിച്ചു. സിറ്റ്, സ്റ്റേ, ഫെച്ച്. ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ. ഫെച്ച് കളിച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. ചോറിൻ്റെ കൂട്ടത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, ആൻഡ് നൊത്തോലി പൊരിച്ചത്. ഇതിത്രയായിരുന്നു ചോറിന്. അത് ഫുഡെല്ലാം കഴിച്ച് ഏകദേശം കഴിയാറായപ്പോഴത്തേക്ക് ഒരുത്തൻ തലയിട്ട് ഇങ്ങനെ നോക്കുക, അവന് വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആ വീഡിയോക്കകത്ത് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ, ചെറുതായിട്ട് ആ സൈഡിൽ അവൻ്റെ തല ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് സൈഡിൽ കൂടിയിട്ട്. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ആയപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോയി. കുറച്ച് വെയിറ്റ് ഞാൻ റീസെൻ്റ്ലി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങും. അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലറീസ് ബേൺ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. അതിനിടയിലാണ് ഞാൻ എൻ്റെ റെയിൻ ലില്ലീസിനെ ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് മഴയുണ്ട്. ആ മഴയത്ത് പൂത്തതാണ് ഈ റെയിൻ ലില്ലീസൊക്കെ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. റെയിൻ ലില്ലീസൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് ഭയങ്കര കാറ്റ് വീശുന്നത്. നല്ല തണുത്ത കാറ്റായിരുന്നു. അതൊക്കെ കുറേ ആസ്വദിച്ചിട്ട് അങ്ങനെ നിന്നു കുറേ നേരം ഞാൻ. പിന്നെ ഞാൻ താഴെ ഇറങ്ങി വന്നു, ഫുഡൊക്കെ കഴിച്ചു, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ കുറേ കൂടെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വന്നിരുന്നു കുറച്ചുകൂടെ പഠിച്ചു. പുറത്ത് നല്ല മഴയായിരുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു. അപ്പോൾ തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ടാണ് ഞാനിരുന്ന് പഠിച്ചത്. ഈ ഓഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല മഴയുടെ ശബ്ദമുണ്ട് ഈ ഓഡിയോയ്ക്കകത്ത്. സോ അങ്ങനെ കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് ഉറക്കം വന്നു. പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി. സോ ദിസ് ഈസ് മൈ വോൾ വ്ലോഗ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സോ അടുത്ത വ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.